ശ്രീ സേനാപതി, ചേലക്കര ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിനെതിരായി അതിശക്തമായ പ്രചാരണമാണ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചേലക്കരയിൽ പ്രചാരണമൊക്കെ തീരുന്ന ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾ സംസാരിച്ചത്. കഴിഞ്ഞ തൊട്ടു മുമ്പ് തോറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ തന്നെ വീണ്ടും അവതരിപ്പിക്കുന്നു. സ്ത്രീ അനുഭാവം കൂടുതലായി നേടാം. അതുപോലെ തന്നെ ഈ പ്രചാരണം വരുന്നു. 3 വർഷം പിന്നിട്ട സർക്കാരിനെതിരെ സ്വാഭാവികമായും വളരെ ശക്തമായി തന്നെ ഉപതെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടുന്നു. അപ്പോൾ ആ ഇടത് സിറ്റിംഗ് സീറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് കേരളം ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ എന്ന് തെളിയിക്കാൻ ഇറങ്ങിയ പ്രതിപക്ഷത്തിന് ചേലക്കരയിൽ അത് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശക്തമായ മെച്ചപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് ഓർക്കണം. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രാഷ്ട്രീയ ആവേശത്തിലും മാന്യമായ മികച്ച ഭൂരിപക്ഷം LDF അവിടെ നേടാനായല്ലോ. നിങ്ങൾക്കാകട്ടെ ഇതേ രമ്യ ഹരിദാസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ആ വോട്ട് ആ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ നേടാനുമായിട്ടില്ല. കൃത്യമായ ഒരു തിരിച്ചടി ചേലക്കരയിൽ അതല്ലേ പ്രതിപക്ഷം നേരിടുന്നത്? ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് രമ്യ ഹരിദാസ് രാജിവെച്ചുകൊണ്ടല്ല. അവിടെ രാജിവെച്ചത് ഞാൻ പറഞ്ഞില്ല, കെ രാധാകൃഷ്ണനാണ്. കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 2021 രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം 39,400 എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഒരു MLAക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 39,400. 3.5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്നത്തെ 39,400 12,201 ചുരുങ്ങിയിരിക്കും. എന്ന് പറഞ്ഞാൽ 26,299 ആളുകൾ 3.5 കൊല്ലം മുമ്പ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത 26,299 ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആഴ്ചകളോളം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ അതിലെല്ലാം കറങ്ങി നടന്ന് ഈ ലിഷർ ടൈമുകളിൽ നമ്മളൊരു കാഷ്വൽ വേഷത്തിലൊക്കെ നടന്ന് ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് 28 കൊല്ലമായി LDF മാത്രം ജയിക്കുന്ന ഒരു അസംബ്ലി മണ്ഡലം. ആ അസംബ്ലി മണ്ഡലം പെട്ടെന്നൊക്കെ ഞങ്ങൾ ഈ 39,500 മറികടന്ന് ജയിക്കാം എന്ന് ഒന്നും ധരിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് പരിശ്രമം 28 വർഷമായി തുടങ്ങുന്നു. സേനാപതി, അത് പോട്ടെ. താങ്കളിപ്പോ 2021 കണക്ക് ഉദാഹരിച്ചത് കൊണ്ട് ഞാനൊരു സംശയം തിരിച്ചു ചോദിക്കും. 2021 കണക്ക് മാത്രമേ അതിന് കാരണീയമായിട്ടുള്ളൂ. കാരണം കഴിഞ്ഞ നിയമസഭാ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്തില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ആയിക്കോട്ടെ, ക്ലിയർ. ഞാൻ സേനാപതിയോട് എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ. സേനാപതിയോട് എന്റെ ചോദ്യം ഒന്ന് കേൾക്കൂ. താങ്കൾ ആ പറഞ്ഞത് മനസ്സിലായി. 2021 39,000 കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ അടുത്ത് ഈ ഭൂരിപക്ഷം ഇല്ലല്ലോ. ഇതാണ് താങ്കൾ ആ താരതമ്യം ചെയ്ത് എല്ലാവരും കേട്ടല്ലോ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതല്ല. പക്ഷേ കാണേണ്ട കാര്യം, കഴിഞ്ഞ ലോക്സഭാ ഇപ്പോൾ ഈ ചർച്ചയിൽ ലാൽകുമാർ ഇരിക്കുന്നുണ്ട്, ശ്രീ ശിവൻകുട്ടി ഇരിപ്പുണ്ട്. മോദി സർക്കാരിൻ്റെ വിലയിരുത്തലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിലെ പ്രതിപക്ഷം അതിശക്തമായി മോദിക്കെതിരെയും അതുപോലെ തന്നെ പിണറായിക്കെതിരെയും എന്ന നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിശക്തമായൊരു നിലപാട് സ്വീകരിച്ചാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മുമ്പ് കടന്നുപോയത്. ആ ശക്തമായ UDF അനുകൂല ഒരു അവസ്ഥയുണ്ടായിരുന്ന ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ഇടതുമുന്നണിക്ക് ലഭിച്ചത് ആലത്തൂരാണ്. അതിൻ്റെ ഭാഗമാണ് ചേലക്കര. നോക്കൂ, 39,000 നിന്ന് ചേലക്കരയിൽ എത്രയായിരുന്നു അന്ന് ആ മണ്ഡലം നിലനിർത്തുമ്പോൾ LDFന് ലഭിച്ച ഭൂരിപക്ഷം? ലീഡ് എത്രയായിരുന്നു? 5,000 നിന്ന് മാസങ്ങൾക്കിപ്പുറം വരുമ്പോൾ അന്നും പറഞ്ഞത് അതാണ്, ഈ സർക്കാരിനെതിരായ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമെന്നാണ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലോക്സഭയാണെങ്കിൽ പോലും പ്രതിപക്ഷം പറഞ്ഞത്. മാസങ്ങൾക്ക് ശേഷം വന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ആ 5,000 നിന്ന് 12,000 പരം വോട്ടിൻ്റെ ഒരു മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിലേക്ക് ആ മണ്ഡലത്തിൽ LDFന് വരാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ചെയ്ത വോട്ട് പോലും കിട്ടിയില്ല എന്നതുകൂടി വരും. അതുകൂടി താരതമ്യം ചെയ്യണം. അല്ല ശരത്തെ, ഒരു വാദഗതിക്ക് വേണ്ടി ഇപ്പൊ ശരത്ത് പറഞ്ഞ കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഒരു വാദഗതിക്ക് വേണ്ടി. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല ഒരു കാരണവശാലും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടത്, രാഷ്ട്രീയ വിലയിരുത്തല്, 2021 രാധാകൃഷ്ണൻ മത്സരിച്ചു. രാധാകൃഷ്ണൻ ഒഴിവായ സീറ്റിൽ ആ 2021 കിട്ടിയ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടിൽ നിന്ന് ഇത്രയും വോട്ടിന്റെ കുറവ് വന്നത്, അതാണ് ഞങ്ങൾ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഗവൺമെന്റിനെതിരായി ആളുകൾ. അതല്ലാതെ
24 മെയ് മാസത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിനെ താങ്കൾ പറഞ്ഞ പോലെ ഞാനും ഇതേ കാലയളവിൽ അവിടെ ഉണ്ടായിരുന്നയാളാണ് മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്.